ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് 9 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 2 ഫാമിലിക്ക് താമസിക്കുന്ന വിധത്തിൽ റെഡിയാക്കിയിട്ടുള്ളൊരു വീടാണ്. മുറ്റത്താണെങ്കിൽ ഇത് കണ്ടില്ലേ, ഒരു 2-3 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം. അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു 150 മീറ്റർ അടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, ചർച്ച്, ഹയർ സെക്കൻഡറി സ്കൂള്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ എല്ലാവിധ സൗകര്യമുള്ളൊരു വീടാണ്. ഇത് കണ്ടില്ലേ, കൃഷിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ നിൽക്കുന്നൊരു റംബൂട്ടാനാണ്. വർഷത്തിലൊരു 500 കിലോത്തോളം റംബൂട്ടാൻ കിട്ടുന്ന ഒരു മരമാണത്. ഇവിടെയൊക്കെ കാന്താരി മുളക് അങ്ങനെയുള്ള കുറേ കൃഷികളൊക്കെ ഉണ്ട്. വെണ്ട ഉണ്ട്. അത്യാവശ്യം 9 സെൻറ്റ് സ്ഥലമുള്ളതാണ്. അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് ഇവിടെ. വാഴ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കാം. അതുപോലെ ഒരു സൗകര്യമുള്ളൊരു സ്ഥലവുമാണിത്. നമ്മൾ പറഞ്ഞില്ല, ഒരു 150 മീറ്റർ അടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പള്ളിയുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളും. അപ്പോൾ എല്ലാ സംഭവം ഇതിൻ്റെ അടുത്തടുത്തായിട്ടാണ് ഈ വീടിനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇതൊരു റിക്വസ്റ്റായിട്ട് കണക്കാക്കണം. അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരോടൊരു കാര്യം, കേരളത്തിൽ എവിടെയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ സ്വന്തമാക്കാൻ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ കേരളത്തിലൊരു 10ഓളം ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലെ വീടുകൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വിൽക്കാനുള്ള വീടുകളുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ വീടിൻ്റെ ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണെങ്കിൽ ഒരു വറ്റാത്ത കിണറുണ്ട്. നല്ല ശുദ്ധജലം കിട്ടുന്ന ഒരു അടിപൊളി കിണറാണ്. 365 ദിവസവും നല്ല ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഈ കാണുന്നത്. നമുക്ക് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണാം. ഇത് കണ്ട, ഇത് കംപ്ലീറ്റ് സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റ് ടൈലും അകത്ത് വെട്രിഫൈഡ് ടൈലുമാണ് ഫ്ലോർ ചെയ്തേക്കണം. അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് നിർമ്മിച്ചൊരു വീടാണ്. ഇത് ഫില്ലറിലാണ് ഈ വീട് നിർമ്മിച്ചേക്കണത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ ഈ വീട് മണലിലാണ് ഇതിൻ്റെ പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെ. കാരണം വീട് 2007 പണിത വീടാണിത്. പക്ഷേ മെയിൻ്റനൻസ് വർക്കോ കാര്യങ്ങളൊന്നുമില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ്. കാരണം പഴയ മെറ്റീരിയലിൻ്റെയൊക്കെ ക്വാളിറ്റിയാണത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെറ്റപ്പ് എല്ലാം ഈ വീടിനുണ്ട്. ഇത് ഒരു ഡോക്ടറുടെ വീടും കൂടിയാണ്. അദ്ദേഹം ഈ വീടെന്ന് വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സംരക്ഷിച്ച് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരിത് നമുക്ക് ഈ വീടിൻ്റെ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. വീട് അത്രയും നല്ല ഒരു വീടാണ്. കാരണം വേറെ ഒരു പൊട്ടലോ കാര്യങ്ങളോ ഭിത്തിക്ക് വിള്ളലോ അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ഞാൻ പറഞ്ഞത് ഫില്ലറിലാണ് ഈ വീട് പണിതേക്കണം. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള വീടാണിത്. ഇതിന് 3-4 ബെഡ്റൂമും അങ്ങനെ എല്ലാവിധ സൗകര്യമുണ്ട്. കിച്ചൺ, വർക്ക് ഏരിയ, എല്ലാത്തിനുള്ള സ്പേസ് ഉണ്ട്. ഈ വീട് വന്ന് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എല്ലാവിധ സൗകര്യങ്ങളുള്ളൊരു വീടാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ അടുത്ത് തന്നെ ഇത് രണ്ടെന്നും കൊണ്ട് ഇതിന് വലിയ വിലയൊന്നുമില്ല. ഈ വീട് സ്ഥിതി ചെയ്യണത് നമ്മുടെ മുളന്തുരുത്തി ജംഗ്ഷനിലാണ്, പള്ളിക്കവല ജംഗ്ഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണത്. പള്ളിയുടെ ബാക്കിൽ ഒരു 150 മീറ്റർ ബാക്കിൽ, അത് പള്ളിയുടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഒരു 150 മീറ്റർ ഉള്ളിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യണത്. ഈ 9 സെൻറ്റ് സ്ഥലവും ഈ 1800 സ്ക്വയർ ഫീറ്റ് വീടും. വീടിന് വില കണക്കാക്കണില്ല, ഈ സ്ഥലത്തിൻ്റെ വില മാത്രമേ കണക്കാക്കണുള്ളൂ. അപ്പോൾ ഈ 9 സെൻറ്റ് സ്ഥലത്തിന് ഈ വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 68 ലക്ഷം രൂപയാണ്. വില സൈലൻ്റ്ലി നെഗോഷ്യബിളാണ്. ഇത് മുകളിലത്തെ നിലയാണ്. മുകളിലത്തെ നിലയിലൂടെ ഒരു സെപ്പറേറ്റ് സ്റ്റെയർ കേസാണ് കൊടുത്തേക്കണം. അതായത് ഇത് വാടക എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ മുകളിലത്തെ ഒരു നില വാടക കൊടുത്ത് അത്യാവശ്യം നിങ്ങൾക്കൊരു വരുമാനമാവും. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഈ വീട് ലോണൊക്കെ എടുത്ത് വാങ്ങിക്കണമെങ്കിൽ തന്നെ ആ ലോണൊക്കെ അടഞ്ഞു പോകാനുള്ളൊരു സോഴ്സാണത്. അത്യാവശ്യം നല്ലൊരു ഏരിയമാണ്. കാരണം ഇതിൻ്റെ ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ ഒരു 150 മീറ്ററേ ഉള്ളൂ. ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരത്തിൽ എല്ലാ സൗകര്യവും ഉണ്ട്. എന്താ നല്ല അടിപൊളി സെറ്റപ്പ് ഒരു വീടാണ്. നല്ല ഏരിയ ഉണ്ട് മുകളിലോട്ടൊക്കെ. കണ്ട ഇത് ഈ ഒരു മുകളിലത്തെ ഏരിയന്
എല്ലാ റെൻറ്റിനൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ. ഇതാണ് ബാൽക്കണി. ഇതിൻ്റെ താഴത്തെ നിലയില മരങ്ങളും കാര്യങ്ങളും, അതായത് ഡോറും വാതിലും എല്ലാവരും തേക്കിലാണ് ഫിനിഷ് ചെയ്തത്. കട്ടളയും വാതിലൊക്കെ, ജനലി അങ്ങനെയുള്ള എല്ലാം തേക്കാണ്. മുകളിലത്തെ നിലയിൽ ആ ഫ്രണ്ട് കാണുന്നതെല്ലാനും അതെല്ലാം സ്റ്റീലിലാണ് ജനലെല്ലാനും. അങ്ങനെ ഇവിടെ ഒരു വലിയ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ ട്രെയിൻ പോണത് കാണാൻ പറ്റും. അത്രയും ദൂരമുള്ളൂ. 150 മീറ്റർ അടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. കണ്ടോ, നല്ല സൗകര്യമുള്ള റൂമുകളാണ് മുകളിലത്തെ നിലയിലുള്ളത്. കണ്ടോ, ഇവിടെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 സൈഡിലും ബാൽക്കണി ഉണ്ട്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. കണ്ടോ, മുളന്തുരുത്തി പള്ളി. ഈ പള്ളിയുടെ നേരെ കാണുന്ന ടാറിട്ട വഴി ചെല്ലുമ്പോൾ ഒരു 150 മീറ്റർ ഉള്ളിലായിട്ടാണ് ഈ കാണുന്ന 9 സെൻറ്റ് സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത്.